CPM ജില്ലാ കമ്മിറ്റി അംഗവും CTU ജില്ലാ പ്രസിഡന്റ് മുൻ MLA PK ശശിയെ ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനത്തു നിന്നും നീക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. PK ശശിക്കെതിരായ പാർട്ടി നടപടിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് MB രാജേഷ് പ്രതികരിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് നിർണായകമായ ഒരു തീരുമാനമെടുത്തത്. MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, PK ശശി പാർട്ടിയെ പരിഗണിച്ചില്ല എന്നുള്ളതും അതുപോലെ തന്നെ PK ശശിക്കെതിരായ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ വിമർശനത്തിന്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് PK ശശിയുടെ പ്രവർത്തനം എന്നുള്ളതാണ് പറയുന്നത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഗുരുതരമായ വീഴ്ചയാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറിയും പൊതുജന നിലപാടും PK ശശി സ്വീകരിച്ചു എന്നുള്ളതാണ് നേതൃത്വം പറയുന്നത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു. സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി. PK ശശിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളും ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിമർശനം ഉയർന്നത്. ഏതായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണാർക്കാട് നിന്നും പരാതി ഉയരുകയും പിന്നീട് രണ്ടംഗ പാർട്ടി കമ്മീഷനെ ആനാവൂർ മേഘപ്പൻ അതുപോലെ തന്നെ പുത്തൽ ദിനേശൻ എന്നീ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷൻ ഉൾപ്പെടെ ശശിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും ശശിയെ ഇത്തരത്തിൽ പാർട്ടി ചുമതല ഒഴികെ മറ്റ് ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. KTTC ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ശശി ഉടൻ തന്നെ ഒഴിയും രാജിവെക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അരുൺ, ഇവിടെ ഈ PK ശശിയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായി പിന്തുണ നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ സമയം തന്നെ PK ശശി അല്ലെങ്കിൽ അത്രത്തിൽ ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു PK ശശി. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു, പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മറ്റൊരു തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അമ്പേ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ പരീക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വരങ്ങൾക്ക് പോലും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്ക് പോലും PK ശശിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ശശിക്കെതിരെ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഭാഗത്തു നിന്നുള്ള മറ്റ് പാർട്ടി പ്രവർത്തക നേതാക്കളൊക്കെ വലിയ എതിർപ്പുമായി വന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ സമാന രീതിയിൽ PK ശശിക്കെതിരെ വനിതാ സഹകാവിന്റെ ലൈംഗിക പീഡനാരോപണ പരാതി ഉയർന്നിരുന്നു. പക്ഷെ അന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കുന്ന നടപടികളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീടും ശശി പൂർവാധികം ശക്തിയോടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് നിലവിലെ ഈ ഒരു നടപടിയിലൊക്കെ എത്രത്തോളം നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ ആ നടപടി ഉണ്ടായാൽ തന്നെ അതിനുശേഷം വീണ്ടും ശശി പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമുണ്ട്. കാരണം ശശിക്ക് ശക്തമായ പിന്തുണ പലപ്പോഴും പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡന ആരോപണ പരാതിയൊക്കെ ഉയർന്നിട്ടും അതിന് നടപടി സ്വീകരിച്ച വ്യക്തി വീണ്ടും ഈ ഒരു ജില്ലാ ചുമതലയിലേക്ക് തിരിച്ചെത്തിയതും അതേസമയം തന്നെ KTTC ഉൾപ്പെടെ ചുമതലയിലേക്ക് എത്തിയതും ഒക്കെ അത്തരത്തിൽ ശശിക്ക് ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിലവിലെ ഏതായാലും നടപടി ഈ ശുപാർശയും മറ്റുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളത്. നിലവിൽ ഈ ഒരു പാർട്ടിയോട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് നിലവിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിട്ടും അതിനെയൊക്കെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഒക്കെ. അടുത്ത ദിവസം ഇനിയിപ്പോൾ ശശി ഈ KTTC സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി ഉണ്ടാവുമോ എന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. മാത്രമല്ല ഈ ശുപാർശയിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.